നേരത്തെ പറഞ്ഞു ജൂലൈ 2-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ പത്രക്കുറിപ്പ്. അതിൽ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ്. ഓഹരി വിൽപ്പന സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് വീണ്ടും സർക്കാരിന് കത്ത് നൽകിയെന്നാണ് ഒടുവിൽ വന്ന വാർത്ത. സർക്കാരിന് കത്ത് ലഭിച്ചോ ഇല്ലയോ അത് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട കാര്യമാണ്. അദാനി കമ്പനി സർക്കാരിന് വീണ്ടും കത്ത് നൽകിയതിലൂടെ ഓഹരി വിൽപ്പന സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്നത് അടിവരയിടുകയാണ്. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഓഹരി വിൽപ്പനക്കായി സെബിക്ക് നൽകിയ കത്ത് പിൻവലിക്കാൻ അദാനി കമ്പനി തയ്യാറായിട്ടില്ല. സർക്കാരിനെ വീണ്ടും സമീപിച്ച വിവരം സെബിയെ അറിയിക്കാനും അദാനി കമ്പനി തയ്യാറായിട്ടില്ല. ഇതിലെല്ലാം കമ്പനിയും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി ജനങ്ങൾ സംശയിച്ചാൽ തെറ്റില്ല. അടിയന്തരമായി വേണ്ടത് ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ വ്യക്തത വരുത്തലാണ്. സംസ്ഥാന താൽപര്യത്തിന് ദോഷകരമായ ഒരിടപാടാണ് നടക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, സുതാര്യമായി നടക്കേണ്ട കാര്യങ്ങൾ എല്ലാം അതീവ രഹസ്യമായിട്ടാണ് നടക്കുന്നത്. തുറമുഖത്തിൻ്റെ വാണിജ്യാടിസ്ഥാനത്തുള്ള പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം പൂർത്തിയായാൽ 75% വരെ ഓഹരി കൈമാറാൻ അധികാരമുണ്ടെന്നും ഇതിനെല്ലാമുള്ള സർക്കാരിൻ്റെ അനുമതി നൽകണം എന്നുമാണ് കത്തിലുള്ളതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത് എന്താ? ഓഹരി കൈമാറ്റം 49% മുകളിൽ പോകും എന്ന സൂചനയാണ്. ഓഹരി കൈമാറ്റം ഉടമസ്ഥാവകാശത്തിൻ്റെ മാറ്റമായി, ഓണർഷിപ്പ് ചേഞ്ച്, ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണോ? ഏത് സാഹചര്യത്തിലും കൺസെഷൻ അഗ്രിമെന്റിന്റെ 5(3) പരിശോധിച്ചാൽ അങ്ങനെ കഴിയില്ല എന്ന് വ്യക്തമാണ്. എന്നാൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ ഈ വഴിവിട്ടി ആവശ്യങ്ങൾക്കെല്ലാം വഴങ്ങി അദാനിയുടെ താല്പര്യത്തിന് കീഴടങ്ങുമോ? അതാണ് ഇനി അറിയാനുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി തേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി നിലനിൽക്കാത്ത സെബിക്ക് നേരത്തെ നൽകിയ അപേക്ഷ പിൻവലിക്കാൻ അദാനി ഗ്രൂപ്പ് തയ്യാറായിട്ടില്ല. ഇവിടെയാണ് കരാർ ലംഘനമടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ സ്വാധീനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി കാര്യങ്ങൾ അദാനിയുടെ വഴിക്ക് നീങ്ങാതിരിക്കാനുള്ള ആർജവം സർക്കാർ കാണിക്കണം.
അല്ല, ഈ കാര്യങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു. നിയമപരമായി നിർവഹിക്കേണ്ട ബാധ്യത നിർവഹിക്കുന്നില്ല. ആ ബാധ്യത നിർവഹിക്കാതെ തന്നെ അവരവരുടെ വഴിക്ക് മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് പ്രസക്തമായൊരു ചോദ്യം വരുന്നത്. എങ്ങനെയാണ് ആ ധൈര്യം കിട്ടുന്നത്? ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച കരാറുണ്ടായിരിക്കെ അതൊന്നും സാരമില്ല, ഞങ്ങൾ വിചാരിച്ചെടുത്ത് കാര്യം എത്തിക്കാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷ എങ്ങനെ ഈ കമ്പനിക്ക് ഉണ്ടാകും? അവിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഉത്തരവാദിത്വം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു വിശദീകരണം നൽകണം. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പോർട്ട്, നിയമം, ധനം, മന്ത്രിസഭയിൽ പോകേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി തന്നെ. എല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിലാണുള്ളത്. അപ്പം എങ്ങനെ അത്തരമൊരു സാഹചര്യം, പ്രത്യേക സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഈ പ്രത്യേക ധൈര്യം അദാനിക്കുണ്ടായി? അതാണ് സംശയം. അല്ല, ഇതെല്ലാം ആളുകൾ സംശയിച്ചാൽ തെറ്റില്ലല്ലോ. അതല്ലേ നമ്മൾ കാണേണ്ടത്. വളരെ വ്യക്തമായ നിയമവിരുദ്ധ കാര്യങ്ങളാണല്ലോ നീങ്ങിയിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു കമ്പനി, ഇതുപോലൊരു പ്രധാനപ്പെട്ട കമ്പനി ഇത്രയും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടൂ? ആ ധൈര്യം എവിടുന്ന് കിട്ടി? ആ ധൈര്യം എങ്ങനെ കിട്ടി എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വ്യക്തത വരുത്തണം. ബാക്കി കാര്യങ്ങൾ പുറത്തു വരുമല്ലോ മെല്ലെ മെല്ലെ. ശരിയല്ല, അത് ശരിയല്ല. അതുകൊണ്ടാണല്ലോ സെബിയുടെ മുന്നിൽ ഇപ്പോൾ പരാതി ഞാൻ ഉന്നയിച്ചത്. അത് ശരിയല്ലാത്ത വാദഗതിയാണ്. അതൊക്കെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വഴി ശ്രമങ്ങളാണ്. ഒരു തരത്തിലും ശരിയായിട്ടുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ വല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ടോ? അല്ല, കമ്പനിയുടെ താല്പര്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കുമല്ലോ. ആ നീക്കങ്ങൾ നടന്നാൽ നമ്മുടെ താല്പര്യമല്ലേ നമ്മൾ നോക്കേണ്ടത്. MSC അല്ല ഞാനിതിൽ കാണുന്നത്. MSC ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കമ്പനിയാണല്ലോ. അവരൊരു വലിയ ലോകത്തെ വലിയ കപ്പൽ കമ്പനികളിൽ ഒന്നാണ്. അവർ നേരത്തെ നമ്മുടെ പോർട്ടിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ മറ്റു വശങ്ങൾ വേറെയുണ്ട്. ആ ഒരു കമ്പനി ഇതിൻ്റെ ഉടമസ്ഥാവസ്ഥയിൽ വന്നാൽ ഈ പോർട്ട് തന്നെ ഒരു മൊണോപ്പൊളി രീതിയിലേക്ക് പോകും. അത് മറ്റു കമ്പനികൾക്ക് വരുന്നതിന് അത്ര ഗുണകരമായിരിക്കില്ല. അതൊക്കെ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന കാര്യം. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതല്ല ഇതിൽ പ്രശ്നം. ഈ അദാനി കമ്പനി എങ്ങനെ ഇത്തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങൾക്ക് ധൈര്യപ്പെട്ടു? അതാണ് പ്രശ്നം. ചില ഇടപെടലുകൾ നടന്നിരുന്നു. അന്ന് മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്തതാണ് വിദ്യാഭ്യാസ കാരണമായതെന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതൊന്നും ഇപ്പം പിന്നെ വ്യക്തത വരുത്തേണ്ട കാര്യമില്ലല്ലോ. അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലില്ലല്ലോ. വിദ്യാഭ്യാസ മാറ്റണമെന്ന് അദാനി ഗ്രൂപ്പിന്റെ ആരെങ്കിലും താങ്കളോടോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഴിഞ്ഞം പദ്ധതിയിൽ വലിയ വിവാദം ഉയർന്ന സാഹചര്യത്തിൽ അതിനെതിരെ നിശിതമായ വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും മോദി അദാനി കൂട്ടുകെട്ടിനെ കുറിച്ചൊക്കെ ആദ്യമേ തന്നെ അത്തരത്തിൽ അവിശുദ്ധ ബന്ധമാണ് എന്ന് ഉയർത്തിയത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ആളുകളാണ്. ഇപ്പോൾ അതേ അദാനിയെ തന്നെ വിഴിഞ്ഞത്ത് ഇത്തരത്തിൽ അദാനിയുടെ ഓഹരി വിൽക്കാനുള്ള ശ്രമം, MSC കമ്പനിക്ക് വിൽക്കാനുള്ള ശ്രമം, കുത്തക കമ്പനിക്ക് വിൽക്കാനുള്ള ശ്രമം അഴിമതിയുടെ ഭാഗമാണ്. വലിയ വിമർശനം തന്നെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്, തുടർന്നും ഉന്നയിച്ചുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.